ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സ്കൂളുകൾ പരിശോധിക്കുമ്പോൾ സർക്കാർ സ്കൂൾ ഗണത്തിൽ നടുവന്നൂർ ഗവൺമെൻറ് HSSൽ 600 കുട്ടികൾ 100% നേടി. ഏറ്റവും 600 കുട്ടികൾ പരീക്ഷയ്ക്കിരുന്നു, 600 കുട്ടികളും വിജയിച്ചു. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സർക്കാർ സ്കൂളിൽ മുന്നിൽ നിൽക്കുന്നത് നടുവന്നൂർ സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ അത് AKN HSS കോട്ടൂർ 1356 കുട്ടികളാണ് അവിടുന്ന് പരീക്ഷ എഴുതിയത്. അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ BYK റെസിഡൻഷ്യൽ സ്കൂൾ കടുങ്ങത്തുംകുണ്ട് അവിടെ 281 കുട്ടികളാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. ഇവിടെ എല്ലാ കുട്ടികളും പരീക്ഷ വിജയിച്ചു. BYK റെസിഡൻഷ്യൽ HS കടുങ്ങത്തുംകുണ്ട് അതുകൊണ്ട് നമ്മൾ സ്ലൈഡിലും കാണിച്ചിരിക്കുന്നത് തെറ്റ് വരാതിരിക്കാനാണ്. ശരി. SC ST കുട്ടികളുടെ പരീക്ഷാഫലം പരിശോധിക്കുമ്പോൾ SC മേഖലയിൽ 39,391 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. അവരിൽ 38,535 കുട്ടികൾ പരീക്ഷ പാസ്സായി. വിജയശതമാനം 97.82. ഈ SC മേഖലയിൽ 871 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭ്യമായിട്ടുണ്ട്. ST കുട്ടികളുടെ ഫലം പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ 7,172 കുട്ടികളാണ് ST കുട്ടികളാണ് SSLC പരീക്ഷ ഈ വർഷം എഴുതിയത്. അവരിൽ 7,022 കുട്ടികൾ വിജയിച്ചു. വിജയശതമാനം 97.91. 56 കുട്ടികൾക്ക് ST കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ നൽകേണ്ടവർക്ക് ഈ മാസം 16 മുതൽ മെയ് 16 മുതൽ 21 വരെ അതിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ സേവ് എ ഇയർ പരീക്ഷ, സേവ് പരീക്ഷ ഈ വർഷം ജൂൺ മാസം ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കുന്നതിനുള്ള ഏർപ്പാടുകളും പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. ഉപരിപഠനത്തിന് യോഗ്യത ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതുവാനുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. പരീക്ഷ പാസ്സായ എല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ്സ് ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പരീക്ഷാ കമ്മീഷണറേറ്റും DGEയുടെ ഓഫീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ SSLC പരീക്ഷ നട്ട്ഷെല്ലിൽ പറയുന്നത്. ഒരു അഡീഷണൽ പോയിന്റും കൂടെ സൂചിപ്പിക്കാനുള്ളത് ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ പരീക്ഷാ കമ്മീഷണർ നൽകുന്നതാണ്. ഒരു കാര്യം കൂടി, നമ്മുടെ 10th ക്ലാസ് പരീക്ഷയിൽ തുടർ പഠനത്തിന് അർഹത നേടിയ പാസ്സായ വിദ്യാർത്ഥികളുടെ മുൻപിൽ നമുക്കറിയാം ഒട്ടേറെ തുടർ പഠന സാധ്യതകളാണുള്ളത്. 3 സ്ട്രീംസ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, 46 കോമ്പിനേഷനുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, ഡിപ്ലോമ കോഴ്സസ്, പോളിടെക്നിക്സ്, ഒരുപാട് തുടർപഠന സാധ്യതകളാണ് കുട്ടികളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മെയ് 20-ാം തീയതി, വരുന്ന 20-ാം തീയതി 10th ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ ഒരു ഫോക്കസ് പോയിൻ്റ് എന്ന പേരിൽ, ആഫ്റ്റർ 10th ഫോക്കസ് പോയിൻ്റ് എന്ന പേരിൽ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡലസൻറ്റ് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. സോ ആയതിനാൽ 10th ക്ലാസ് പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അവിടെ നിയറസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20-ാം തീയതി രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ ഈ ആഫ്റ്റർ 10th ഫോക്കസ് പോയിൻ്റ് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമീപ പ്രദേശത്തെ സ്കൂളുകളിൽ പങ്കെടുക്കാവുന്നതാണ്. താങ്ക് യു. നമ്മൾ പരിശോധിച്ചപ്പോൾ ഈ വർഷം പുതിയ കരിക്കുലം ഈ വർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻപ് ഫോളോ ചെയ്തിരുന്ന കരിക്കുലത്തിൻ്റെ ഒരു ചെറിയ മാറ്റം 2025-26 അക്കാഡമിക് ഇയറിൽ പ്രാവർത്തികമാക്കിയിരുന്നു.
അപ്പം അതായിരിക്കാം ഒരു കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിശകലനം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കേട്ടില്ല, എവിടുന്ന? ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വിശദമായിട്ട് വിശകലനം ചെയ്തിട്ട് ഡയറക്ടറേറ്റ്, പരീക്ഷാ കമ്മീഷണർ ഓഫീസും ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസും വിശദമായിട്ട് പരിശോധിച്ചിട്ട് കുറച്ചും കൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പെഡഗോഗിക്കൽ അപ്രോച്ച് എടുക്കുവാൻ ടീച്ചേഴ്സിനും ഒരു ആഹ്വാനം നൽകുന്നതിനെ പറ്റി ഡയറക്ടർ ജനറൽ ആലോചിക്കുന്നുണ്ട്. അത് ഒരു പോയിന്റ് കൂടി മാം, ഞങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ ഈ A+ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ 2015 to 20 എത്ര ഉണ്ടായിരുന്നോ അതേ ഫിഗറാണ് ഇപ്പോൾ ഉള്ളത്. 21 to 24 നല്ല രീതിയിൽ A+ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാണുന്ന ഫിഗേഴ്സ്, ഫോർ എക്സാമ്പിൾ 2015 A+ എടുത്തത് 15,000, 16 20,000, 20,000, 30,000 അതേ റേഞ്ചിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മാഡം പറഞ്ഞതുപോലെ ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ കരിക്കുലം, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതാണ് മെയിൻ റീസൺസ് ആയിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത്. വി വിൽ ഡു ആൻ അനാലിസിസ്. താങ്ക് യു. ഇപ്പോൾ അതേപ്പറ്റി ഒരു വിശദമായിട്ട് സംസാരിക്കുവാൻ ഞാനത് അത്രയും അനലൈസ് ചെയ്തില്ല. കാരണം ഞാൻ ഹയർ ജനറൽ എഡ്യൂക്കേഷൻ്റെ ചാർജ് എടുത്തിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, 2-3 ദിവസമേ ആയിട്ടുള്ളൂ. പണ്ട് അതൊരു എക്സ്ട്രീം പ്രഷർ കുട്ടികൾക്കുണ്ടാകുമായിരുന്നു. ഒരു എന്താണ് കോമ്പറ്റീഷൻ, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായി, കുട്ടികൾക്കിടയിൽ ഒത്തിരി മാനസിക സംഘർഷം ഉണ്ടാകും എന്ന് വിശദമായിട്ട് പല സ്റ്റഡി റിപ്പോർട്ട്സും ഒക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിങ് സിസ്റ്റം മാറ്റി ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് 20 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ആ ഒരു എക്സ്ട്രീം കോമ്പറ്റീഷൻ, ഇന്നത്തെ കുട്ടികൾക്ക് ഒരു എക്സ്ട്രീം കോമ്പറ്റീഷൻ ബെയർ ചെയ്യുമ്പോൾ എക്സ്ട്രീം സ്ട്രെസ്സൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഗ്രേഡിംഗ് ആണെങ്കിൽ അങ്ങനെ ഒരു 0.5% മാർക്ക് കുറഞ്ഞുകൊണ്ട് ഒരാളുടെ പൊസിഷൻ മോശമാകുന്നില്ല. അങ്ങനെ ഒരു കമ്പാരറ്റീവ് അനാലിസിസ് നടത്തി കുട്ടികളെ വിശകലനം ചെയ്ത് അവരെ തരംതിരിക്കുന്ന ഒരു ഇഷ്യൂ വരില്ല എന്നുള്ള ഒരു എന്നൊരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിങ് മാറ്റി ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റിയത്. ഇനി അത് ഡയറക്ടറിൻ്റെ ഒപ്പീനിയൻ എന്താണെന്നും കൂടെ നമുക്ക് അന്വേഷിക്കാം വിശദമായിട്ട്. ഇല്ല, നമ്മളിത് ചർച്ച ചെയ്യേണ്ടതല്ലേ. സന്തോഷമുണ്ട്, അങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. മാഡം 86-ലാണ് റാങ്ക് ഹോൾഡർ ആയത്. അപ്പോൾ എങ്ങനെ പഠിച്ചോ അതേപോലെയാണ് ഇപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് ഈ പ്രസ് കോൺഫറൻസിൽ വന്നത്. എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തത്. +1 അഡ്മിഷനുള്ള നടപടിക്രമങ്ങൾ ഉടനെ ആരംഭിക്കും. ഇപ്പോൾ നമുക്ക് 3,60,844 സീറ്റ്സാണ് ഉള്ളത്. അതുകൂടാതെ VHC +1-ൽ 33,000-ൽ പരം സീറ്റ്സ് ഉണ്ട്. 3,60,844 3,60,844 സീറ്റ്സ്. പിന്നെ VHC സ്ട്രീമിൽ 33,000-ൽ പരം സീറ്റ്സ് ഉണ്ട്. പോളിടെക്നിക്സ് ആൻഡ് ITI മേഖലയിൽ 30,000-ൽ പരം സീറ്റുണ്ട്. 30,545 നമ്മൾ പോളിടെക്നിക് മേഖലയിലുള്ള സീറ്റുകളുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച ഇൻഫർമേഷൻ. പിന്നെ മുൻ വർഷങ്ങളിലെ പോലെ റിക്വയർമെൻറ്റ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് മുൻ വർഷങ്ങളിൽ അറ്റൻഡ് ചെയ്തിരുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം കുറവ് നികത്തുവാനുള്ള സ്റ്റെപ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എടുക്കുവാൻ സാധിക്കും. അതെ, അതാണ് പറഞ്ഞതൊക്കെ. മുൻ വർഷങ്ങളിലെ പോലെ ഒരു ഷോർട്ടേജ് വരികയാണെങ്കിൽ അത് ടൈഡ് ഓവർ ചെയ്യാൻ മുൻ വർഷത്തെ പോലെയുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്ത് അത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ അപ്രൂവൽ വാങ്ങിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ആക്ച്വൽ സീറ്റ്സ്.
ഈ വർഷമുള്ള സാങ്ഷൻഡ് സീറ്റ്സ്. ഇപ്പോൾ 25th നമ്മൾ അഡ്മിഷൻ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഓൺലൈനായിട്ട്. +1 അഡ്മിഷൻ ടെൻറ്ററ്റീവ്ലി 25th ആണ്. ഇപ്പോൾ 25th May. സോ അതാണ് ഇല്ല, ഓൺലൈൻ ആപ്ലിക്കേഷൻ കുട്ടികൾ അപ്ലൈ ചെയ്യാം. ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നമ്മൾ 25th ആണ് വെച്ചിട്ടുള്ളത്. സോ അത് വരുന്ന അനുസരിച്ച് നമ്മുടെ ഈ മാർജിനൽ ഇൻക്രീസും അഡീഷണൽ ബാച്ചസും എല്ലാം നമ്മൾ 100% അസസ് ചെയ്ത് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് സീറ്റ്സ്. യെസ് 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 അത് ഇല്ല, വേറെ തടസ്സമൊന്നുമില്ല. റിക്വയർമെന്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിനുള്ള നോട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുന്നതായിരിക്കും. നോ വറീസ്. ഡയറക്ടറേറ്റിൽ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ. യെസ്, ഒരു പ്രശ്നം വരില്ല. നമ്മൾ ലാസ്റ്റ് ഇയർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ ഈ വർഷം ചെയ്യും. ദാറ്റ് ഇസ് ഓൺ ട്രാക്ക്. പാഠപുസ്തക വിതരണം അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടുണ്ട്. പ്രിൻറ്റിങ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വിതരണവും കംപ്ലീറ്റ് ചെയ്യും. അത് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയിലാണ് പ്രിൻറ്റിങ് ചെയ്യുന്നത്. കുടുംബശ്രീ മുഖേന ആണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ള അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് എല്ലായിടത്തും എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട്. പോളിസി ഡിസിഷൻ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് അതേപ്പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, തീർച്ചയായിട്ടും ഇല്ല, 100%. അതാണ് നമ്മുടെ ഇപ്പോൾ ഈ ക്ലസ്റ്റർ ട്രെയിനിങ്ങിലും അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഒരു അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഫോർ ഏത് സബ്ജക്ട്സിൽ ആവറേജ് മാർക്സ് കുറഞ്ഞിട്ടുണ്ട് കമ്പയർ ടു ലാസ്റ്റ് 5 years, ആ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് താങ്കൾ പറയുന്ന പോലെ ഓണം പരീക്ഷ, ഹാഫ് ഇയർലി, ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് എവിടെയാണ് ഇൻ്റർവെൻഷൻ വേണമെന്ന് മനസ്സിലാക്കി SCRT എല്ലാം ചേർന്ന് നമ്മളൊരു പ്രോപ്പർ മോഡ്യൂൾ ഉണ്ടാക്കി നമ്മുടെ ട്രെയിനിങ്സ് ഈ വർഷം വരുന്ന ക്ലസ്റ്റർ ട്രെയിനിങ്സ് എല്ലാം അതനുസരിച്ച് ഫോക്കസ് ചെയ്യും അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ.